ഇന്ന് നമുക്ക് സൗത്ത് കൊറിയയിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കിയാലോ. ഒന്നാമതായിട്ടുള്ള കാര്യം ലേഡീസിൻ്റെ പ്രായത്തെക്കുറിച്ചാണ്. അവരുടെ മുടി നോക്കി അറിയാം അവർ സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ, മാരീഡ് ആണോ എന്നുള്ളത്. അത്യാവശ്യം ലോങ് ഹെയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാരീഡ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ഒരു വ്യക്തി ആണെങ്കിൽ മാരീഡ് കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. എന്നാൽ ലോങ്ങുമല്ലാത്ത ഷോർട്ടുമല്ലാത്ത ഹെയർ ഉള്ള ഒരാൾ അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരാളായിരിക്കും. ഇവർ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അനുസരിച്ച് മുടിയും കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി നോക്കാൻ പോകുന്നത് അവരുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ ആണ്. ലോകത്തിൽ ഏറ്റവും കുറവ് പൊണ്ണത്തടിയുള്ളവരുടെ രാജ്യമാണ് സൗത്ത് കൊറിയ. അവർ നമ്മളെപ്പോലെയല്ല, കിട്ടിയതൊക്കെ വാരി വലിച്ച് കഴിക്കത്തൊന്നുമില്ല. അതിനുവേണ്ടിയുള്ള എക്സസൈസ്, ഡയറ്റിംഗ് ഒക്കെ അവർ എടുക്കുന്നു. 3.2% ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന പൊണ്ണത്തടി അവിടെയുള്ളൂ. മൂന്നാമതായിട്ട് പറയുന്ന സ്റ്റോറിയെക്കുറിച്ചാണ്. നമ്മൾ ചെറുപ്പകാലത്ത് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ സ്റ്റോറികൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. എന്നാൽ അവിടെയുള്ളവർ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന കഥകൾ നാടോടി കഥകളും ഗോസ്റ്റിൻ്റെ കഥകളൊക്കെയാണ്. അതുകൊണ്ട് അവർക്ക് രണ്ട് കാര്യങ്ങൾ ഭയങ്കര പേടിയാണ്. 4 എന്ന് പറയുന്ന നമ്പർ. അവർ 4 മരണത്തോട് അടുത്തുള്ള നമ്പർ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലിഫ്റ്റിൽ പോലും 4 എന്ന് പറയുന്ന അക്കം ഉണ്ടാവില്ല, അവിടെ F എന്നായിരിക്കും. പിന്നെ അവർക്ക് ഫാൻ ഭയങ്കര പേടിയാണ്. അതിനെ എന്തോ പിശാചിനെ പോലെയൊക്കെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ ചോട്ടിൽ പോലും അവിടെയുള്ളവർ കിടക്കത്തില്ല. ഇനി നാലാമതായിട്ട് വരുന്ന അവരുടെ കേപോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അവിടെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിംഗേഴ്സിൻ്റെയോ ആക്ടേഴ്സിൻ്റെ പേര് ചോദിച്ചാൽ അവർ കേപോപ്പിലെ ആൾക്കാരെ പേരായിരിക്കും പറയുക. നമ്മൾ ഏതെങ്കിലും ഒരു ഫോറിൻ സിംഗേഴ്സിനെയോ ആക്ടേഴ്സിനെയോ അവർക്ക് അറിയുമെന്ന് ചോദിച്ചാൽ അവർ ചോദിക്കും അവരൊക്കെ ആരാന്ന്. അവരിപ്പോഴും ഫോളോ ചെയ്തു വരുന്ന കൊറിയൻ സീരീസ്, കൊറിയൻ മൂവി, കൊറിയൻ സോങ്സ് ഒക്കെയാണ്. അതേപോലെ തന്നെയാണ് അവരുടെ സ്കൂളിൻ്റെ കാര്യത്തിലും. അവിടെ ഫോറിൻസിനായിട്ടും ഫോറിൻ രാജ്യങ്ങളെക്കുറിച്ചൊന്നും അമിതമായിട്ട് പഠിപ്പിക്കുന്നില്ല. അവിടെ നമുക്ക് നമ്മളുടേതായിട്ടൊരു കൾച്ചറിന് അത് ആദ്യം പഠിക്കുക എന്നതാണ് അവരുത്. ഇനി അഞ്ചാമതായിട്ട് വരുന്നത് സെൽഫീനെ കുറിച്ചാണ്. നമ്മളൊക്കെ സ്ഥലകാല ബോധമില്ലാതെ ഹോസ്പിറ്റൽ ആണെങ്കിലോ ICUവിൻ്റെ മുമ്പിലാണെങ്കിലോ ഒക്കെ നമ്മൾ സെൽഫി എടുക്കും. സൗത്ത് കൊറിയ ചെയ്യുന്ന പബ്ലിക് ഏരിയകളിൽ സെൽഫി എടുക്കാൻ പാടില്ല. അത് മറ്റുള്ളവരെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ സെൽഫി എടുക്കുമ്പോൾ നമ്മളെ ബേക്കിലുള്ള ആളെയും കൂടെ ഉൾപ്പെടും. അതുകൊണ്ടാണ് പബ്ലിക് ഏരിയയിൽ സെൽഫി എടുക്കാൻ പാടാത്തത്. നമ്മൾ പബ്ലിക് ഏരിയയിൽ സെൽഫി എടുത്താൽ 1 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. ആറാമത് വരുന്ന കാര്യം പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളി പോകുന്ന രാജ്യമാണ് സൗത്ത് കൊറിയ. ഓരോ വർഷം 1 മില്യൺ ആളുകളാണ് ചർച്ച് സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അവിടെ ഫണ്ണിയായിട്ടൊരു കാര്യം വരുന്നത്, ഒരാൾ 3 മാസം തുടർച്ചയായി പള്ളിയിൽ ചെന്ന ഫ്രീ ആയിട്ട് അവർക്ക് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഡെൻ്റൽ ചെക്കപ്പ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. അത് ഒരാൾ പള്ളിയിലേക്ക് വരാൻ വേണ്ടി ഉള്ളതല്ല, അവർക്ക് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ എട്ടാമതായി നോക്കാൻ പോകുന്ന സ്കൂളുകളുടെയൊക്കെ പ്രവൃത്തി സമയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമ്മളെയൊക്കെ നാട്ടിലെ സ്കൂളിൽ ചെറിയ കുട്ടികൾ 9 മണി തൊട്ടോ അല്ലെങ്കിൽ 10 മണി തൊട്ട് 4 മണി വരെയോ 3 മണി വരെയോ ഒക്കെ ആയിരിക്കും. എന്നാൽ അവിടെയുള്ള സൗത്ത് കൊറിയയിലെ സ്കൂളിലെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന 9 മണി തൊട്ട് 6 മണി വരെയുള്ള ടൈം വരെയാണ്. ഇനി ഇതിലും മുതിർന്ന കുട്ടികൾ പഠിക്കുന്ന സമയം രാവിലെ 9 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. ഇതിലും മുതിർന്ന കുട്ടികൾ ഹയർ സെക്കൻഡറി ലെവലിലെ കുട്ടികൾ പഠിക്കുന്ന സമയം 9 മണി തൊട്ട് രാവിലെ പുലർച്ചെ 1 മണി വരെയാണ്. ഈ ഫുൾ ടൈം അവർ പഠിച്ചുകൊണ്ടിരിക്കുവാണോ നോക്കിയാൽ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളെപ്പോലെയുള്ള ഇന്ത്യക്കാർക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇനി നമ്മളെ ലിസ്റ്റിൽ 9ാമതായി വരുന്നത് അവർ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി ഒരാഴ്ചയിൽ 40 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 8 മണിക്കൂർ. എന്നാൽ സൗത്ത് കൊറിയ ഇത് നേരെ തിരിച്ചാണ്. അവിടെ ഒരാൾ ഒരാഴ്ചയിൽ 45 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 11 മണിക്കൂർ വെച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. ഇനി നമ്മളെ ലിസ്റ്റിൽ 10ാമതായി വരുന്നത് ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ ഒരു ഹൗസ് വാമിങ്ങിന് പോവുകയാണെങ്കിൽ വിലപിടിപ്പിലെ പല സാധനങ്ങളായിരിക്കും കൊണ്ടുപോയി കൊടുക്കുന്നത്. ക്ലോക്ക്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ പലതും. എന്നാൽ സൗത്ത് കൊറിയക്കാർ ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയി കൊടുക്കുന്ന സാധനമാണ് ടോയ്ലറ്റ് പേപ്പർ. എന്നാൽ ഇപ്പം നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാകും അവർക്ക് വേറെ ഒന്നും ഗിഫ്റ്റ് നൽകാനില്ല എന്ന്. എന്നാൽ ഇത് അവർ വിശ്വാസമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഗിഫ്റ്റ് നൽകുന്ന ടോയ്ലറ്റ് പേപ്പറിൻ്റെ നീളം അനുസരിച്ച് അത്രയും കാലം അവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആ വീട്ടിൽ ജീവിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. 11ാമതായി വരുന്നത് സൗന്ദര്യമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സൗത്ത് കൊറിയ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന വെളുത്ത് തുടുത്ത് സുന്ദരിയും സുന്ദരന്മാരായിട്ടുള്ള ആൾക്കാരെയായിരിക്കും. അവരുടെ മാതാപിതാക്കൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്ന രീതിയിൽ പ്ലാസ്റ്റിക് സർജറിയൊക്കെയാണ് നൽകിക്കൊണ്ട് വരുന്നത്. 12ാമതായി വരുന്നത് ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമായി ബന്ധപ്പെട്ടതാണ്.
സൗത്ത് കൊറിയയിൽ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല. എങ്ങാനും ടീച്ചർ ഗിഫ്റ്റ് വാങ്ങിയ 20-30 ലക്ഷം വരെ അവരുടെ അടുത്ത് നിന്ന് ഫൈൻ വാങ്ങുന്നു. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കപ്പ് കോഫിയോ അല്ലെങ്കിൽ സ്നാക്സോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. നമ്മുടെ ലിസ്റ്റിൽ ഫൈനലായിട്ട് വരുന്നത് റെഡ് മഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അവർ 4 പറയുന്ന നമ്പർ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് റെഡ് മഷിയും കാണുന്നത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരു റെഡ് മഷി പെന്ന് കിട്ടിയാൽ ആദ്യം നമ്മളെ പേരൊക്കെ ആയിരിക്കും എഴുതുന്നത്. പക്ഷെ അവർ ഒരിക്കലും അവരെ പേര് റെഡ് മഷി വെച്ച് എഴുതില്ല. അവിടെ മരിച്ചവരുടെ പേര് മാത്രമേ റെഡ് മഷിയും കൊണ്ട് എഴുതുന്നത്. അത് അവരുടെ വിശ്വാസമാണ്.